ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് ചിക്കൻ കറിയാണ്. അതിനായി കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന ചിക്കൻ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി, പെരിഞ്ജീരകം, സവാള കനം കുറച്ചരിഞ്ഞത്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില. ഇത്രയുമാണ് നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. വരൂ നമുക്കിത് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അതിനായി ഗ്യാസ് ഓൺ ചെയ്ത് ചെറുതീയിൽ മുളക് പൊടി, മല്ലിപ്പൊടി ഇവ നന്നായി വറുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വറുക്കണം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇവയും ആഡ് ചെയ്യാം. അത് പച്ചമണം മാറുന്നത് വരെ നന്നായി വറുക്കേണ്ടതുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടിയും വറുക്കാതെയും വയ്ക്കുന്നുണ്ട്. ഞാനിത് വറുത്തിട്ടാണ് വയ്ക്കുന്നത്. ഇനി നമുക്ക് അത് മാറ്റിയതിന് ശേഷം എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇടുക. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സവാള ഇടാവുന്നതാണ്. സവാള നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ നന്നായി ഇളക്കണം. ഇടയ്ക്ക് വെച്ച് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതിനുശേഷം അതിലേക്ക് പച്ചമുളക് കീറിയത് ഇടുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും നന്നായി വഴറ്റിയെടുക്കുക. ഇവയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. ശേഷം കുരുമുളക് പൊടി, പെരിഞ്ജീരകം ചതച്ചത് അതും ആഡ് ചെയ്യാം. തക്കാളി ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടി നമുക്കത് അടച്ചു വയ്ക്കാം. ഇങ്ങനെ അടച്ചു വയ്ക്കുമ്പോൾ ഗ്യാസ് സ്ലോയിലായിരിക്കണം കത്തേണ്ടത്. പിന്നെ നമുക്ക് ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്തതും കൂടി ആ സവാളയിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് എണ്ണ ഒഴിച്ച് നമ്മുടെ ചിക്കൻ കൂടി വഴറ്റിയെടുക്കുകയാണ്. ചിക്കൻ വഴറ്റിയെടുത്താൽ ചിക്കൻ ഉടഞ്ഞു പോവാതെ ഇരിക്കും. ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. നമുക്ക് ചിക്കൻ കറി വയ്ക്കുമ്പോൾ വെള്ളം ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാം. ചിക്കൻ കറിക്ക് ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് മാത്രം ചിക്കൻ കറിയിലേക്ക് ഇടയ്ക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ചിക്കൻ കറി വേവുന്ന സമയം 20 മിനിറ്റാണ്. ചിക്കൻ കറി വെന്തതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്യുന്നതാണ്. തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കറി നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം മല്ലിയില കൂടി ആഡ് ചെയ്യാവുന്നതാണ്.